ഇത് പറയാൻ നീ ആരാടാ എന്നാണ് കുട്ടിയുടെ നോട്ടത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലായി. ഞാൻ നാഫി, ഇവന്റെ കട്ട ദോസ്താണ്. അവനൊന്ന് ഇളിച്ചു കാട്ടി. ഈ ഐസു കാണാൻ ഞങ്ങൾ ഇരുവരെയും ഇവിടെ ഉണ്ടെന്ന് പോലും നടിക്കാതെ ചായ കുടിക്കുവാണ്. നാഫിക്ക പാവം ഒരു നിഷ്കുവായ മനുഷ്യനാണ്. നല്ലപോലെ വാ തോരാതെ സംസാരിക്കും. തനിക്ക് എന്തുകൊണ്ടോ മൂപ്പര് പെരുത്തിഷ്ടായി. നല്ല കമ്പനിയാണ് മൂപ്പര്. ആ ഒരു കുഞ്ഞു സമയം കൊണ്ട് തന്നെ ഞാനും നാഫിക്ക് നല്ല ഫ്രണ്ട്സായി കഴിഞ്ഞിരുന്നു. ഡേ, നിനക്ക് വീട്ടിൽ പോണ്ടേ? നേരം ഇരുട്ടിട്ട് ഇന്നലത്തെ പോലെ വല്ല വയ്യാവേലിയും തലയിൽ വെച്ചാലേ പോവാൻ പറ്റുന്നുണ്ടോ? എന്ത് വയ്യാവേലിയും എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും അവിടെ നിന്ന് രക്ഷിക്കാൻ എനിക്ക് എന്റെ ഐസുക്ക ഇല്ലേ? അപ്പോൾ ഞാൻ പോട്ടെ. ഐ ലവ് യു ഇക്ക. ഐസുവിനൊരു ഫ്ലൈയിങ് കിസും കൊടുത്തവൾ അവിടെ നിന്ന് ഓടിയകന്നു. അന്നു മുതൽ എന്നും വൈകുന്നേരം ഐസുവിനെ കാണൽ പതിവായി. നാഫിക്കാനെ പിന്നീട് കണ്ടിട്ടില്ല എങ്കിലും ഇടയ്ക്കെല്ലാം മൂപ്പർക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ആള് ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ലീവിന് വരുമ്പോൾ എല്ലാം തന്നെ കാണാൻ വരും. നാഫിക്ക മുഖേന ഐസുവിന്റെ നമ്പറും സംഘടിപ്പിച്ചിരുന്ന കൊച്ച്. അതുകൊണ്ട് തന്നെ ഐസുവിന് തിരിച്ചും ഇഷ്ടം പറയുന്നവരെ വിളിച്ചു മെസ്സേജ് അയച്ചും നേരിൽ കണ്ടുമല്ല ഫിനു അവനെ ശല്യപ്പെടുത്തി. എന്നാൽ ഐസാൻ അവളുടെ കുറുമ്പുകൾ ആസ്വദിക്കുകയായിരുന്നു. ഡോ ഐസുക്ക! ഫിനുവിന്റെ വിളി കേൾക്കെ കോഫി ഒരു സിപ്പ് വായിലേക്ക് ആക്കിക്കൊണ്ട് തന്നെ ഐസാൻ അവളെ നോക്കി. ഒരു മാസമായി നിങ്ങളറിയെ നിങ്ങളോട് ഇഷ്ടം പറഞ്ഞ് ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നു. ഇന്ന് വരെ നിങ്ങൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. സോ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ അർമാന്റെ പ്രണയം ഞാൻ സ്വീകരിച്ചു. ഇതാണ് എൻ്റെ അർമാൻ. അർമാനെ ഐസുവിന് മുമ്പിലേക്ക് നിർത്തി അവൾ ഒന്ന് പുഞ്ചിരിച്ചതും ഐസുവിന്റെ മുഖം ചുവന്നു തൊടുത്തിരുന്നു. ദേഷ്യത്തോടെ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റവൻ ഫിനുവിനെ തന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് അവളെ മുഖത്തേക്ക് നോക്കി. നീയേ എന്റേതാ, ഈ ഐസാൻ്റേത്. നിന്നെ കണ്ടെന്നു മുതൽ ഈ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനും വേണ്ടി തന്നെയാണ് ഡയലി ഈ കുൾവാറിൽ ഞാൻ വരുന്നതുമല്ല. എന്നിട്ട് നീ വേറൊരുത്തൻ്റെ പ്രേമം സ്വീകരിച്ചു എന്ന് പറഞ്ഞ വെട്ടി അരിയും ഞാൻ. മനസ്സിലായോടി? പിന്നെ ഇഷ്ടം പറഞ്ഞില്ലെന്ന് വേണ്ട, ചെവി തുറന്നു വെച്ച് കേട്ടോ. ഐ ലവ് യു ആൻഡ് ഓൾവേസ് യു ആർ മൈ ഹേർട്ട്. ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും അവസാനത്തേക്ക് അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ഫിനുവിനെ അവനിലേക്ക് കൂടുതൽ ആഴ്ത്തിയിരുന്നു. ഓ എൻ്റെ അളിയാ, ഇത് കേൾക്കാനാണ് ഇങ്ങനെ പെണ്ണത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലാതെ ഇവളെ ഞാൻ പ്രേമിക്കുന്നൊന്നുമില്ല. ഇവളെൻ്റെ ബെസ്റ്റിയാ. അത് എത്ര കാലം കഴിഞ്ഞാലും ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നാലും ശരി, ഇവളായിരിക്കും എന്നും എൻ്റെ ബെസ്റ്റി. അപ്പോൾ ശരി, അനിയത്തിയെ സ്കൂളിൽ നിന്ന് കൂട്ടണം. നേരം വൈകിയ എന്നെ പൊങ്കാലയിടും. ബൈ ഡി മറിയാമേ, ബൈ. അവരിരുവരോടും യാത്ര പറഞ്ഞവൻ ബൈക്കിനടുത്തേക്ക് നടന്നു. ഐസുവിൻ്റെ മനസ്സിൽ ഇഷ്ടം പറയിപ്പിക്കാൻ ഫിനു കണ്ട ഒരു ഐഡിയ ആയിരുന്നു അർമാനെ തൻ്റെ കാമുകനായിട്ട് പരിചയപ്പെടുത്താമെന്നത്. ഏതായാലും ആ ഐഡിയ വിജയം കണ്ടതോടുകൂടെ അവരുടെ പ്രണയ വസന്തകാലം അവിടെ തുടക്കം കുറിച്ചു. എന്നും കണ്ടും സംസാരിച്ചും തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പങ്കുവെച്ചും യാത്രകൾ ചെയ്തും അവർ ഒരുപാട് അടുത്തിരുന്നു. എന്നിരുന്നാലും ഐസുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഫിനുവിനൊന്നും അറിയില്ലായിരുന്നു. അവൾ ചോദിക്കാനും അവൻ പറയാനും തുനിഞ്ഞിരുന്നില്ല. ഫിനു ഇന്ന് ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇത്രയും കാലം ഐസുവിനെ പ്രണയിച്ചും അർമാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായും അമീറക്കും ഫ്രണ്ട്സിനും പണി കൊടുത്തും തിരിച്ചു വാങ്ങിയും കോളേജ് ലൈഫ് അവസാനിക്കാൻ ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം. അങ്ങനെ ഇരിക്കെയാണ് തനിക്ക് മുമ്പിലിരിക്കുന്ന അമീറ തൻ്റെ ഫോണിലെ ഫോട്ടോസ് കാണിച്ച് അവളുടെ കൂട്ടുകാരോട് ഓരോന്ന് പറയുന്നത് കണ്ടേ. അതിനു മാത്രം ആ ഫോണിൽ എന്താണെന്ന് നോക്കിയപ്പോൾ ഐസുഖാൻ്റെയും അമീറയുടെയും ഒരുമിച്ചിട്ടുള്ള ഫോട്ടോസാണ്. ഈയിടെയായി തന്നെ കാണാൻ ഐസുക്ക അധികമൊന്നും വരാറില്ലാത്തതും എപ്പോൾ വിളിച്ചാലും ബിസിയാണ്, പിന്നെ വിളിക്കാമെന്ന് പറയുന്നതുമെല്ലാം മനസ്സിലേക്ക് വന്നതും ഫിനുവിൻ്റെ കണ്ണ് നിറഞ്ഞു. ഐസുക്ക തന്നെ ഒഴിവാക്കുകയാണോ എന്ന് മനസ്സ് പലതവണ ചോദിച്ചതാണ്. എന്നാലും എൻ്റെ ഐസുക്ക അങ്ങനെയൊന്നും തന്നെ ഒഴിവാക്കില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്രയും കാലം കഴിച്ചു കൂട്ടിയത്. ഒരു മാസമായി ഐസുക്കാനെ നേരിൽ കണ്ടിട്ട്. ഒരാഴ്ച കഴിഞ്ഞു ഐസുക്കയുമായും സംസാരിച്ചിട്ട്. ദിവസവും ഒരുപാട് മെസ്സേജ് അയച്ചിരുന്ന തങ്ങളുടെ മെസ്സേജ് ഒന്നോ രണ്ടോ മെസ്സേജുകളിൽ അവസാനിച്ചു തുടങ്ങി. ആദ്യമെല്ലാം ഡെയിലി കാണാൻ വരലും എങ്ങോട്ടെങ്കിലും യാത്ര പോകലും രാത്രി വിളിക്കലും മെസ്സേജ് അയക്കലും എല്ലാം ഉണ്ടായിരുന്ന ഐസുക്ക പെട്ടെന്ന് അതെല്ലാം പതിയെ പതിയെ കുറച്ച് തന്നിൽ നിന്ന് അകലുന്നത് ഫിനുവിനെ ശരിക്കും തളർത്തിയിരുന്നു. ഇതെപ്പോ എടുത്തതാടി പിക്ക്? സുഹാന അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അതിലേക്ക് ഉറ്റുനോക്കി. കഴിഞ്ഞ ദിവസം ഞാനും ഐസുക്കയും കറങ്ങാൻ പോയിരുന്നു, അപ്പോൾ എടുത്തതാ. ഇന്നലെ തനിക്ക് ബോറടിക്കുന്നു എന്നും പുറത്തു പോകാമെന്നും പറഞ്ഞപ്പോൾ ബിസിയാണ്, പിന്നൊരിക്കൽ പോകാമെന്ന് ഐസാൻ മെസ്സേജ് അയച്ചതോർക്ക് അവളുടെ ഹൃദയം വേദനിച്ചു തുടങ്ങിയിരുന്നു. ഫിനു ആളൊഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് മാറി നിന്നു. ഐസുവിനെ വിളിച്ചു. ആദ്യമൊന്നും കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഫിൻ നിർത്താതെ വീണ്ടും വീണ്ടും വിളിച്ചതും അവസാനം ഐസാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, നിനക്ക് എന്താടി ബുദ്ധിയില്ലേ? ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നിന്നോട് സംസാരിക്കാനുള്ള മൂഡിലല്ല, ഞാനൊന്ന് മനസ്സിലാക്കണം. അതെങ്ങനെയാ? എന്തേലും പൊട്ടത്തരം കളിച്ച് നടക്കാനല്ലേ അറിയും, ബുദ്ധിയുമില്ല വിവരവുമില്ല. മനുഷ്യനെ മെരുക്കെടുത്താനായിട്ട് കൂടെ കൂടിയതാ പിശാച്. ദേഷ്യത്തോടെ ഐസാൻ ഓരോന്ന് പറഞ്ഞത് ഫിനു ആകെ തളർന്നിരുന്നു. 3 വർഷം പ്രണയിച്ച് നടന്നിട്ട് ഇന്ന് ആദ്യമായിട്ടായിരുന്നു ഐസാൻ തന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്.
ഇടി കോപ്പേ, നിന്നോടാ വിളിച്ചിട്ട് മിണ്ടാതിരിക്കാനാണ് വേറെ വല്ലവരെയും വിളിക്ക്. എന്തേ പറയാനുണ്ട് പറഞ്ഞിട്ട് വെച്ചിട്ട് പോവാൻ നോക്ക്. ഐസ് പറഞ്ഞത് കേൾക്കി അവളൊന്നും ആഞ്ഞു ശ്വാസം വലിച്ചു. എനിക്കൊന്ന് നിങ്ങളെ കാണാനൊന്നും പറ്റുകയില്ല. ഞാൻ ഡൽഹിയിലാണ്. എന്തേ പറയാനുണ്ട് വേഗം പറ, എനിക്ക് പോയിട്ട് പണിയുണ്ട്. ഇന്നലെ വരെ നിങ്ങൾ നാട്ടിലുണ്ടായിരുന്നല്ലോ, നിങ്ങൾ പോണേ എന്തേ എന്നോട് പറയാതിരുന്നേ? അത്രയ്ക്ക് വെറുത്തു എന്നെ. നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് യാതൊരു സ്ഥാനവുമില്ലേ? നിങ്ങളും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താ? എന്നേക്കാൾ വലുത് അവളാണോ നിങ്ങൾക്ക്? എൻ്റെ കൂടെ പുറത്തു വരാൻ സമയമില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ അമ്മയുമായി പുറത്തു പോകാൻ സമയം കിട്ടി? നിർത്തടി ചൂലേ, കുറെ നേരം ഇങ്ങനെ ചിലക്കണ്. നിനക്കെന്താ അറിയേണ്ടത്? ഞാനും അമ്മയുള്ള ബന്ധമാണോ? എന്നാൽ ചെവി തുറന്ന് കേട്ടോ, ഞാനും അവളും പ്രണയത്തിലാണ്. നിനക്ക് എന്തെങ്കിലും ഛേദമുണ്ടോ? പിന്നെ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതം, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അതല്ല നിന്നോട് പറയണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്ത് കേൾക്കരുത് എന്ന് ആഗ്രഹിച്ചോ അതാണ് ഐസുവിൽ നിന്ന് കേട്ടത്. ഫിനു ആകെ തളർന്നു പോയിരുന്നു. അപ്പം ഞാനാരാ? എന്നെ നീ പ്രണയിക്കുന്നുണ്ടെന്ന് നടിക്കുകയായിരുന്നു? ഫിനു വേദനയോടെ ചോദിച്ചു. അതെ, നടിക്കുകയായിരുന്നു. അതിന് നിനക്കെന്താ? വെച്ചിട്ട് പോവാണ്. ഇനി ഒരിക്കലും ശല്യപ്പെടുത്തില്ല. ഇത്രയും കാലം വെറുപ്പിച്ചതിന് സോറി. അത്രയും പറഞ്ഞവൾ ഫോൺ വെച്ചുകൊണ്ട് നിലത്തേക്ക് കൂർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഇതെല്ലാം ഒളിഞ്ഞു കേട്ടതും കണ്ടതുമായ അമ്മയും കൂട്ടുകാരും സന്തോഷത്തോടെ അവിടെ നിന്ന് നടന്നകന്നു. അമ്മയും കൂട്ടുകാരും ഫിനുവിനെ കാണിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവിടുന്ന് ഐസുവിൻ്റെ ഫോട്ടോ കാണിച്ച് ചർച്ച ചെയ്തത്. അത് കണ്ടാൽ ഫിനു ഉറപ്പായും ഐസുവിനെ വിളിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പിന്നെ തന്നെയും കൊണ്ട് കറങ്ങാൻ ഐസാൻ പോകുന്നത് കൊണ്ട് തന്നെ ഫിനുവും ഐസുവും വായക്കാവുമെന്ന് അവർക്കറിയാമായിരുന്നു. ഇനി അവരുടെ ആവശ്യം ഫിനുവിനെയും അർമാനെയും തമ്മിൽ തെറ്റിക്കുക എന്നാണ്. ഇനി അതിനുള്ള പോരാട്ടമാണ് അവർക്കുള്ളത്. തളർന്ന ഫിനുവിൻ്റെ കോളേജിലേക്കുള്ള വരവ് നിന്നിരുന്നു. എല്ലാത്തിൽ നിന്നും മാറി തൻ്റെ റൂമിൽ കഴിഞ്ഞു കൂടാറായിരുന്നു അവൾക്ക് പതിവ്. അങ്ങനെ ഇരിക്കുകയാണ് ഉപ്പാൻ്റെ നിർബന്ധത്തിന് കോളേജിലേക്ക് പോയതും അർമാൻ ഓടി വന്ന് തൻ്റെ കവിളിലേക്ക് ആഞ്ഞടിച്ചതും. എന്താ സംഭവിച്ചത് എന്ന് ഫിനുവിന് മനസ്സിലായില്ല. എന്തിനാണ് അർമാൻ തന്നെ അടിച്ചതെന്ന് ഫിനുവിന് മനസ്സിലായില്ല. ഫിനു അവനെ തന്നെ കണ്ണു മീച്ച് നോക്കി നിന്നു. ഇനി മേലിൽ നിന്നെ എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഉറ്റ സുഹൃത്തായി കണ്ടതാ ഞാൻ നിന്നെ. പക്ഷെ നീ കൂടെ നിന്ന് എന്നെ വഞ്ചിച്ചു. നീ ഇത്രക്ക് തരം താഴ്ന്ന പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. 3 വർഷം നീ കൂടെ നടന്നപ്പോൾ ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ കണ്ടു. പക്ഷെ എൻ്റെ കൂടപ്പിറപ്പ് പോയിട്ട് എൻ്റെ മുമ്പിൽ വരാനുള്ള യോഗ്യത പോലും നിനക്കില്ല ഫിസ മറിയം. അത്രയ്ക്ക് ദേഷ്യത്തോടെ പറഞ്ഞവൻ നടന്നകന്നത് ഫിനു അവനെ തന്നെ നോക്കി നിന്നു. കൂടെ കൂടിയതിൽ പിന്നെ ആദ്യമായിട്ടായിരുന്നു അർമാൻ തൻ്റെ മുഴുവൻ പേര് വിളിക്കുന്നത്. അവൻ ഇത്ര ദേഷ്യം തോന്നാൻ കാരണം എന്തെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അമ്മയും കൂട്ടുകാരും തനിക്ക് മുമ്പിലേക്ക് വന്നത്. അപ്പോൾ നിന്റെ അഹങ്കാരമായ നിന്റെ പ്രണയവും സുഹൃത്തും നിന്നിൽ നിന്ന് അകന്നിരിക്കുന്നു അല്ലേ ഫിസ? അമ്മിയിൽ പുച്ഛം നിറഞ്ഞു. ഫിനു അവളെ നെറ്റിച്ചൊളിച്ചു നോക്കി. അർമാൻ നിന്നോട് തെറ്റാൻ കാരണം എന്തെന്ന് അറിയോ? കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതും കോളേജിലെ തന്നെ താരങ്ങളായ അർമാൻ്റെയും ഫിസയുടെയും ചുംബിക്കുന്ന ഫോട്ടോ, കൂടെ ഒരു എഴുത്തും. എൻ്റെ അർമാനെ ഞാൻ സ്നേഹിക്കുന്നു. മറ്റെന്തിനേക്കാളും അവൻ്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. തിരിച്ചും എന്നെ അവൻ്റേതാക്കാൻ അവരും ആഗ്രഹിക്കുന്നുണ്ടെന്നും. ഇനി കോളേജിൽ ആരും തന്നെയോ തൻ്റെ അർമാനെയോ സ്നേഹിക്കരുത്. അമ്മി പറഞ്ഞത് കേൾക്കെ ഫിനു ഞെട്ടലോടെ അവളെ നോക്കി. ഇങ്ങനെ ഒരു എഴുത്തും കൂടെ കണ്ടപ്പോൾ നിനക്കും നിന്റെ അർമാനും ഫാൻസ് കൂടി നിങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് കോളേജിൽ അറിയിക്കണോ ഫിസ? അമ്മി കളിക്കരുത്. നീ എന്നോട് നിനക്ക് വല്ല ദേഷ്യമുണ്ടെങ്കിൽ അത് ഇങ്ങനെയൊന്നും ചെയ്ത് എൻ്റെ ജീവിതം ഇല്ലാതാക്കരുത്. അതിന് ഞാനെന്ത് ചെയ്തു? ഇതിൻ്റെ പിന്നിലെ കറുത്ത കരങ്ങൾ നിൻ്റേതാണെന്ന് എനിക്ക് ഉറപ്പാണ് അമ്മി. വെറുതെ എൻ്റെ മാനം വെച്ച് കളിക്കരുത് നീ. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ എഴുതി വെച്ച് ഏതോ ആപ്പ് ഉപയോഗിച്ച് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഒട്ടിച്ചെന്ന് കരുതി നിനക്ക് ഐസാനെ ലഭിക്കാൻ പോണില്ല അമ്മി. അതിപ്പോൾ ഐസുക്കാനെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞല്ലോ മോളെ. പിന്നെ നിന്നെ തരം താഴ്ത്തണം എന്നത് എൻ്റെ വാശിയായിരുന്നു. ഇപ്പോൾ ഞാൻ എത്രയോ ഹാപ്പിയാണ്. അപ്പോൾ ചേച്ചി പോട്ടെ. അമ്മയും കൂട്ടുകാരും തന്നെ പുച്ഛിച്ചു പോയതും താൻ തൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു. ഓരോരുത്തരും തന്നെ നോക്കി എന്തെല്ലാമോ പറയുന്നുണ്ട്, പുച്ഛിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. അതെല്ലാം വകവയ്ക്കാതെ ക്ലാസ്സിലേക്ക് കയറിയതും അർമാൻ എഴുന്നേറ്റ് പോയിരുന്നു. താൻ ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ അവൻ ക്ലാസ്സിലേക്ക് കയറില്ലെന്ന് മനസ്സിലായ ഫിനു വേഗം അവിടെ നിറങ്ങി നടന്നു. എല്ലാം കൊണ്ടും ഫിനു ആകെ തളർന്നിരുന്നു. ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ അമിയാണെന്ന് ഓർക്കെ അമിയെ കൊല്ലാനുള്ള ദേഷ്യം ഫിനുവിൽ നിറഞ്ഞു നിന്നു. കാലത്തെ എഴുന്നേറ്റ ഫിനു തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം പാടെ മറന്നെന്നും സ്വയം പഠിപ്പിച്ചുകൊണ്ട് ജോലിക്ക് പോവാൻ തയ്യാറായി.